ഹലോ, അഫ്സലാണ്. കേരള ടു നേപ്പാൾ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്, ഫിലിം ആക്ടറാണ്. പുള്ളിയുടെ കൂടെ ഒന്ന് നൈറ്റ് സ്റ്റേ, ഫുഡ്, കാര്യങ്ങൾ എല്ലാം. ഇതാണ് പുള്ളിക്കാരൻ. രണ്ട് വാക്ക്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സലീം മൈലക്കിലാണ്. അപ്പം ഇദ്ദേഹത്തിന് യാദർച്ഛയായിട്ടാണ് ഞാൻ കണ്ടുമുട്ടിയത്. ഇവിടെ നാസിക് ജില്ലയിലെ വണി എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു ചെറിയ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഭാഗമായി ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായുള്ളൂ. യാദൃശ്യമായിട്ട് ഇദ്ദേഹത്തിനെ ഇവിടുത്തെ മഹാരാഷ്ട്രയിലുള്ള ഒരാളുമായിട്ട് പരിചയപ്പെട്ട് ഇദ്ദേഹം ഇന്ന് തങ്ങാനുള്ള റൂം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ നാട്ടുകാരാനായിട്ടുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടത് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് നമുക്ക് പുള്ളിയുടെ കൂടെ നിൽക്കാൻ, ഇങ്ങനെ ഒരു ആളെ കൂടെ താമസിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലേ. ഈ യാത്ര കൊണ്ട് കിട്ടിയ ഒരേ ഒരു മെച്ചം ഇതുപോലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് വൈന്ന് കണ്ട് സംസാരിക്കാനായി. അതാണ് യാത്ര. അതാണ് ഈ സോളോ റൈഡ് കൊണ്ടുള്ള മെച്ചം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. പുതിയ വ്യക്തികളെ പരിചയപ്പെടാം. അതാണ് അഫ്സല് ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിന്നിട്ട് വന്നതുകൊണ്ട് അത്യാവശ്യം ഭാഷയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള പിടിച്ചു നിന്ന് പോകുന്നത് നമ്മൾ ഇതുവരെ എത്തിപ്പോയി. ഇനി മുന്നോട്ടും ഇതുപോലെ ആരെങ്കിലൊക്കെ നമുക്ക് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരന്റെ ചാനല് നിങ്ങളെല്ലാവരും കാണും, കാണുന്നുണ്ട്. അപ്പൊ അതെ, അഫ്സല് നല്ല ഒരു വ്യക്തിയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഈ ഒരു ബൈക്കിൽ തന്നെ ഈ നേപ്പാൾ വരെ പോകാനുള്ള മനസ്സ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. അത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എവിടെ നമ്മൾ വഴികളിൽ പിന്നെ മലയാളികൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ചേർത്ത് നിർത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൂടെ ഇന്നത്തെ ഒരു രാത്രി കാണും. അപ്പോൾ നാളെ അദ്ദേഹം അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പോൾ ഈ എല്ലാവിധ ഭാവങ്ങളും എല്ലാ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.